നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. ഗുരുമന്ദിരങ്ങൾക്ക് നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ മോഷണത്തിന് വേണ്ടിയെന്ന് പോലീസ്. കാട്ടാക്കട ഡിവൈഎസ്പി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പള്ളിച്ചൽ കുളങ്ങരക്കോണം സ്റ്റേഡിയത്തിന് സമീപം ആയക്കോട് മേലെ പുത്തൻ വീട്ടിൽ 41 വയസ്സുള്ള വെങ്കിടി രാജു എന്ന് വിളിക്കുന്ന അനിൽകുമാറിനെയാണ് കാട്ടാക്കട ഡിവൈഎസ്പി ഷിബുവിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് പിടികൂടിയത്. മന്ദിരങ്ങൾ തകർത്ത മൺവെട്ടി, മോഷ്ടിച്ച കാണിക്ക എന്നിവയും സംഭവം നടന്ന് 1 കിലോമീറ്റർ അകലെ കനാലിൽ നിന്ന് കണ്ടെടുത്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയും ശനിയാഴ്ചയുമായി നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാലരാമപുരത്തിന് സമീപം നടുക്കാടിലുള്ള ഗുരു ധർമ്മ പ്രചാര സഭയുടെ 536 നമ്പർ ഗുരുമന്ദിരം, മുക്കമ്പാലമൂട്ടിൽ SNDP 2518 നമ്പർ ശാഖാ ഗുരുമന്ദിരം എന്നിവ തകർത്ത് കാണിക്ക വഞ്ചികൾ മോഷ്ടിച്ച കേസിലെ പ്രതികളുമായി പോലീസ് സംഭവസ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് വൻ ജനാവലിയായിരുന്നു. മോഷണത്തിന് വേണ്ടിയാണ് ഗുരുമന്ദിരങ്ങൾ തകർത്തതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. മുക്കമ്പാലമൂട്ടിൽ 1500 രൂപ എടുത്തതായും തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതി പറഞ്ഞു. മോഷണ കേസ് കൂടിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ജനരോഷം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. അതേസമയം ആദ്യ മോഷണത്തിന് ശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത് ഗുരുമന്ദിരം തകർത്ത് ഒഴിവാക്കാമായിരുന്നു എന്ന് SNDP നേതാക്കൾ പറഞ്ഞു. അതേസമയം പ്രതിയെ പിടികൂടിയതിലെ തൃപ്തിയും ഇവർ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും.